നമസ്കാരം. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ നാളുകളിൽ വമ്പൻ കുതിച്ചുചാട്ടമാണ് കാണുന്നത്. ഇവിടുത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും വൻകിട ഗ്രൂപ്പുകളും നിക്ഷേപങ്ങൾ വൻതോതിൽ നടത്തുകയാണ്. ആരോഗ്യ ടൂറിസം മേഖലയിൽ കേന്ദ്ര സ്ഥാനമായി കേരളം മാറുന്നു എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ശക്തമായ ആരോഗ്യ സംരക്ഷണ ഇൻഫ്രാസ്ട്രക്ചർ, വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ, വളരുന്ന മെഡിക്കൽ ടൂറിസം വ്യവസായം എന്നിവയൊക്കെയുള്ള കേരളം ആശുപത്രി, മെഡിക്കൽ മേഖലകളിൽ നിക്ഷേപങ്ങൾക്കായുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ്. അടുത്ത കാലത്താണ് തിരുവനന്തപുരത്തിലെ പ്രശസ്തമായ കിംസ് ഹോസ്പിറ്റലിനെ ഹൈദരാബാദിലെ ക്വാളിറ്റി കെയർ ഇന്ത്യ ഏറ്റെടുത്തത്. ഈ ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത് ആഗോള നിക്ഷേപ സ്ഥാപനമായ ബ്ലാക്ക് സ്റ്റോണിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ആശുപത്രി ശൃംഖലയാണ്. കിംസിന്റെ തന്നെ കൊച്ചി ആശുപത്രിയെ സിംഗപ്പൂരിലെ കിൻഡർ മെഡിക്കൽ ഗ്രൂപ്പും ഏറ്റെടുത്തിരുന്നു. കൊച്ചിയിലെ PVSനെ ലിസി ആശുപത്രിയും ഏറ്റെടുത്തു. മറ്റൊരു ഏറ്റെടുക്കലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണൂരിലെ ശ്രീചന്ദ്, തൃശൂരിലെ വെസ്റ്റ് ഫോർട്ട് എന്നിവയെ ഹൈദരാബാദിലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഏറ്റെടുത്തിരുന്നു. ഇതുകൂടാതെ കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 800 കിടക്കകൾ വീതമുള്ള ആശുപത്രികൾ പുതുതായി തുടങ്ങുവാനും കൃഷ്ണ ഹോസ്പിറ്റൽസിന് പദ്ധതിയുണ്ട്. കോട്ടയത്തെ കാരിത്താസ് ആശുപത്രി മാതയെ ഏറ്റെടുത്തു. തൊടുപുഴയിലെ ചാഴിക്കാട്ട് ആശുപത്രിയെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഏറ്റെടുത്തു. ഈരാറ്റുപേട്ടയിലെ നിംസ്, പാലയിലെ മാർസ്ലീവ മെഡിസിറ്റി എന്നീ ആശുപത്രികളും ഏറ്റെടുക്കൽ ചർച്ചകളിലാണ്. അമേരിക്കയിലെ ആഗോള നിക്ഷേപ സ്ഥാപനമായ KKR & കമ്പനി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ 70% ഓഹരി സ്വന്തമാക്കി. ഇന്ത്യയിൽ ഹെൽത്ത് കെയർ പോർട്ട്ഫോളിയോ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് KKRന്റെ നിക്ഷേപം നടന്നിരിക്കുന്നത്. കേരളത്തിൽ ശക്തമായ സാന്നിധ്യമുള്ള പ്രമുഖ ഹെൽത്ത് കെയർ പ്രൊവൈഡറായ ആസ്റ്റർ DM ഹെൽത്ത് കെയർ അവരുടെ ആശുപത്രികളുടെയും ക്ലിനിക്കുകളുടെയും ശൃംഖല വിപുലീകരിക്കുകയാണ്. കിംസ് ഹെൽത്ത് തങ്ങളുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ സ്ഥാപനങ്ങളിലും സാങ്കേതിക വിദ്യയിലും നിക്ഷേപങ്ങൾ നടത്തുകയാണ്. കേരളത്തിൽ സാന്നിധ്യമുള്ള മുൻനിര ക്യാൻസർ കെയർ പ്രൊവൈഡറായ HCG ഹോസ്പിറ്റൽസും തങ്ങളുടെ ക്യാൻസർ സെന്ററുകളുടെ ശൃംഖല വിപുലപ്പെടുത്തുകയാണ്. അങ്ങനെ നിരവധി പുതിയ നിക്ഷേപങ്ങളിലൂടെയും പങ്കാളിത്തങ്ങളിലൂടെയും കേരളത്തിലെ ആരോഗ്യ സംരക്ഷണ മേഖല നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വൻകിട കോർപ്പറേറ്റുകളും സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങളും ആശുപത്രികളെ ഏറ്റെടുക്കുന്നതിലൂടെയും പാർട്ണർമാർ ആകുന്നതിലൂടെയും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഗണ്യമായ മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഗുണമേന്മയുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ ഡിമാൻഡ് കൂടുന്നു എന്നതാണ് വാസ്തവം. കേരളത്തിൽ വളർന്നു വരുന്ന മധ്യവർഗം ആധുനികമായ വൈദ്യസഹായവും തേടുകയാണ്. ഇതോടെ വിദഗ്ധ ചികിത്സ, ആധുനിക സൗകര്യങ്ങൾ ഇവയ്ക്കായുള്ള ഡിമാൻഡ് കൂടുകയാണ്. മറ്റൊന്ന്, ഉയർന്ന നിലവാരമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതോടെ മറ്റു രാജ്യങ്ങളിൽ നിന്നും രോഗികളെ ആകർഷിക്കുന്ന മെഡിക്കൽ ടൂറിസം രംഗവും വളരുകയാണ്. മെഡിക്കൽ രംഗത്തുള്ള സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കായും അടിസ്ഥാന നിക്ഷേപം വൻതോതിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയ്ക്കും ഗവേഷണത്തിനും നിക്ഷേപം നടത്താനും വൻകിട കമ്പനികൾ തയ്യാറാകുകയാണ്. ഒന്നിലധികം ആശുപത്രികൾ ഏറ്റെടുക്കുന്നതിൽ കമ്പനികൾക്കും നേട്ടമുണ്ട്. അവരുടെ മേഖല വിപുലപ്പെടുത്തുവാനും പ്രവർത്തന ചിലവ് കുറച്ച് കാര്യക്ഷമത കൂട്ടുവാനും ഇത് അവരെ സഹായിക്കുന്നുണ്ട്. ഇത് രോഗികൾക്കും ഗുണകരമാകുകയാണ്. മെച്ചപ്പെട്ട പരിചരണവും താങ്ങാവുന്ന ആരോഗ്യ സേവനങ്ങളും അവർക്ക് ലഭിക്കുന്നു. മറ്റൊന്ന്, കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ പ്രവർത്തനങ്ങൾ, ധനകാര്യം, മാർക്കറ്റിംഗ് എന്നിവയിൽ വിദഗ്ധരായ പ്രൊഫഷണൽ മാനേജ്മെന്റ് ടീമുകളെ കൊണ്ടുവരുന്നതോടെ ആശുപത്രികളുടെ പ്രകടനം മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ട്. കോർപ്പറേറ്റുകളൊക്കെ വരുന്നത് ഗുണമാണെങ്കിലും സ്വകാര്യ മേഖലയും പൊതു ആരോഗ്യ മേഖലയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് മുഖ്യമായ വിഷയം. താങ്ങാനാവുന്ന ചികിത്സാ ചിലവുകൾ ഉണ്ടായില്ലെങ്കിൽ അത് സാധാരണക്കാരന് തിരിച്ചടിയാകും. കേരളത്തിൽ മെഡിക്കൽ മേഖലയിൽ നിരവധി നിക്ഷേപ അവസരങ്ങൾ ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞാണ് കോർപ്പറേറ്റുകൾ ഇവിടെ താല്പര്യം ഇപ്പോൾ കാണിക്കുന്നത്. കേരളത്തിലെ 190 ആശുപത്രികൾ ഇപ്പോൾ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് NQAS അംഗീകാരം നേടിയിരിക്കുകയാണ്. ഇതിൽ 5 ജില്ലാ ആശുപത്രികൾ, 4 താലൂക്ക് ആശുപത്രികൾ, 11 സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, 41 അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, 129 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. 8 വിഭാഗങ്ങളിലായി 6500ഓളം ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് ആശുപത്രികളെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. ഇനി കേരളത്തിലെ ആശുപത്രി മേഖലകളിലെ
വൻകിട നിക്ഷേപങ്ങളുടെ സാഹചര്യം നോക്കുമ്പോൾ സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറുവാനാകാതെ പ്രതിസന്ധിയിലാകുന്ന ആശുപത്രികളിലാണ് മുഖ്യമായും ഈ കോർപ്പറേറ്റ് നിക്ഷേപം എത്തുന്നത്. നിക്ഷേപം വരുന്നതോടെ അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാരെ നിയമിക്കുവാനുള്ള സാമ്പത്തികവുമൊക്കെ ആശുപത്രികൾക്ക് ഉണ്ടാകുന്നു. ഇന്നത്തെ കാലത്ത് ആധുനിക ടെക്നോളജി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി നിർമ്മിക്കുമ്പോൾ ഒരു കിടക്കയ്ക്ക് 50 ലക്ഷം മുതൽ 1 കോടി വരെ ചിലവാകുകയാണ്. വൻകിട നിക്ഷേപകർ വരുന്നത് ചെറിയ ആശുപത്രികളുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്ന കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടി വരികയാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന ഈ വികസനങ്ങളെല്ലാം ചികിത്സാ ചെലവ് കൂട്ടുവാനും ഇടയാക്കുന്നുണ്ട്. അത് കുറച്ച് സാധാരണക്കാരന് താങ്ങാവുന്ന നിലയിലെത്തുമ്പോൾ മാത്രമേ ഈ മെഡിക്കൽ രംഗത്തുള്ള വളർച്ചയുടെ യഥാർത്ഥ ഗുണം ജനങ്ങൾക്ക് പ്രയോജനകരമായി മാറുകയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.